ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കല്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാരും വിചാരിക്കുന്നുണ്ടാവില്ല ഞാൻ എന്താ ഇതിങ്ങനെ കുറെ സാധനങ്ങളൊക്കെ നിരത്തി ഇങ്ങനെ ഇരിക്കുന്നേന്ന്, വല്ല കച്ചവടത്തിന് ഇരിക്കുകയാണെന്നൊക്കെ തോന്നുന്നുണ്ടാവും അല്ലെ? കച്ചവടത്തിന് ഇരിക്കുന്നല്ല, കച്ചവടമൊക്കെ ഒരുവിധമൊക്കെ കംപ്ലീറ്റ് ആയി. അപ്പൊ അതിന്റെ ഓർഡർ വന്ന സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ കസ്റ്റമേഴ്സിനൊക്കെ എത്തിക്കണ്ടേ. അപ്പൊ അതിന്റെ ഒരു പണിയിലാണ്. സാധനങ്ങളൊക്കെ അത്യാവശ്യം ഒക്കെ തന്നെ സെയിലായിട്ട് പോയിട്ടുണ്ട്. നമ്മൾ എടുത്തിരിക്കുന്ന സ്റ്റോക്കൊക്കെ തന്നെ സെയിലായിട്ട് പോയിട്ടുണ്ട്. അതന്നെ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം വളരെ കുറച്ച് സമയത്തിനുള്ളിൽ എന്നൊക്കെ സെയിലായിട്ടുണ്ട്. അതിന് ഞാൻ മാത്രമല്ല, എൻ്റെ പുറകിൽ കുറെ പേരും കൂടെ വർക്ക് ചെയ്തു, നല്ല രീതിയിൽ എന്നെ സപ്പോർട്ട് ചെയ്തു. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത്രയും വേഗം ഇതൊക്കെ സെയിലായിട്ട് പോയിട്ടുള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് എന്താ പറയാ, മെന്റലി എന്നെ കുറെ അവരൊക്കെ ഹെൽപ്പ് ചെയ്തു. പക്ഷെ ഫിസിക്കലി ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് മാത്രമല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഒരുപാട് ലൈറ്റായിട്ടാണ് ഞാൻ കിടക്കുന്നത്. 1 മണി അങ്ങനെയൊക്കെ ആവുന്നുണ്ട് കിടക്കാൻ. ഇപ്പൊ 10:30 കേട്ടോ സമയം. കണ്ണനെയും കല്യാണിനെയും ഒക്കെ ഉറക്കിയിട്ട് അവരൊക്കെ കിടക്കാണ്. അതിനിടയിൽ കണ്ണന് ഇത്രയും മൂക്കിന് ഇങ്ങനെ അടപ്പുണ്ട്. അതുകൊണ്ട് അവൻ ഒന്നും കൂടെ എണീറ്റ് ഞാൻ കുറച്ചിട്ട് ഇത്രയും പാക്ക് ഒരു 1 2 3 4 5 6 എണ്ണം പാക്ക് ചെയ്തപ്പോഴേക്കും കണ്ണൻ എണീറ്റ്. ഞാൻ സൗണ്ട് കുറച്ചിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അപ്പൊ കണ്ണൻ എണീറ്റപ്പോ ആദ്യം കണ്ണൻ്റെ അടുത്ത് പോയി കിടന്നവനെ ആദ്യം ഉറക്കി. അങ്ങനെ രണ്ടാമത് വന്നിരിക്കുകയാണ് ഇത് ആദ്യം പാക്ക് ചെയ്യാൻ. അപ്പൊ എടുത്തു വെച്ചിരിക്കുന്ന ഇത്രയും പീസുകളെങ്കിലും ഒന്ന് പാക്ക് ചെയ്ത് വെച്ചിട്ട് കിടക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നടക്കില്ലെന്ന് അറിയില്ല. കണ്ണനൊക്കെ എണീറ്റ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു രക്ഷയില്ല, നേരെ പോയി കിടക്കേണ്ടി വരും അവൻ്റെ അടുത്ത്. അല്ലെങ്കിൽ പിന്നെ അവൻ ഉറങ്ങില്ല. ഞാൻ എടുത്ത് കിടന്നില്ലെങ്കിൽ അവൻ ഉറങ്ങില്ല. അപ്പോൾ വേഗം ഇതൊക്കെ ഒന്ന് പാക്ക് ചെയ്യാനായിട്ട് നോക്കട്ടെ. അപ്പോൾ ഇതൊക്കെ പാക്ക് ചെയ്ത് വിട്ട് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് സമയത്തേക്ക്, കുറച്ച് ദിവസത്തേക്ക് ഞാൻ പിന്നെ അടുത്ത കളക്ഷന് സ്റ്റോക്കൊന്നും എടുക്കാൻ പോകുന്നില്ല. പിന്നെ എനിക്ക് കുറച്ച് നല്ല റെസ്റ്റ് വേണം. കാരണം അത്രയും വീക്കായി കൊണ്ടിരിക്കുകയാണ് ഹെൽത്തൊക്കെ. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾക്കൊക്കെ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ വന്നതുകൊണ്ട് ഞാൻ ചെയ്ത ഒരു പരിപാടിയാണ് ഇത്. കണ്ടിന്യൂസ് കൊണ്ടുപോകുവാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു പരിപാടിയാണ്. പക്ഷെ തനിച്ച് പറ്റില്ല, തനിച്ച് നമ്മളെ കൊണ്ട് നടക്കില്ല. ആരെങ്കിലും ഒരാൾ ഹെൽപ്പിനുണ്ടെങ്കിൽ ഓക്കെ, ഇത് കൊണ്ടുപോകാനായിട്ട് കുഴപ്പമില്ല. നമുക്ക് അതിന്റെ മെയിൻ കാര്യങ്ങൾ മാത്രം നോക്കിയിട്ട് ആരെങ്കിലും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ കുഴപ്പമില്ല, നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷെ നമുക്ക് നോക്കണ്ടേ, 1-2 പ്രാവശ്യം കൂടി എടുത്ത് നോക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അറിയില്ല എന്തായിരിക്കും അറിയില്ല. എന്തായാലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെയിലായി പോകുന്നുണ്ട്. സത്യം പറഞ്ഞാൽ അത് എൻ്റെ മാത്രം കഴിവ് കൊണ്ടല്ല, എൻ്റെ പുറകിൽ നമ്മുടെ സ്വന്തം എന്ന് ഞാൻ വിശ്വസിക്കുന്ന കുറച്ച് ചേച്ചിമാരും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് ഇതൊക്കെ ഈ ഒരു രീതിയിൽ നടന്നു പോകുന്നത്. അപ്പോൾ അവരോടൊക്കെ താങ്ക്സ് ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. കാരണം താങ്ക്സ് പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് വിഷമം ഉണ്ടാക്കും. കാരണം അവര് ഒരു താങ്ക്സിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഉപകാരം എന്നുള്ള നിലയ്ക്ക് വേണ്ടിയിട്ടൊന്നും അല്ല നമ്മളെ കൂടെ നിന്ന് അങ്ങനെ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിന് താങ്ക്സ് പറഞ്ഞ് ഞാൻ അവരെ വിഷമിപ്പിക്കുന്നില്ല. എന്നാലും ഒരുപാട് സന്തോഷം. അപ്പോൾ ഞാൻ വേഗം പണികളൊക്കെ ഒന്ന് തീർക്കാനായിട്ട് നോക്കട്ടെ. ബാക്കിയുള്ള നമ്മുടെ ഈ വീഡിയോന്റെ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നാളെ ആയിരിക്കും ഞാൻ പറയാം. ഇതിപ്പോൾ വേഗം പണികളൊക്കെ ഒന്ന് തീർത്തിട്ട് ഞാൻ വേഗം എടുക്കാൻ നോക്കട്ടെ. ഇപ്പൊ തന്നെ 10:30 കഴിഞ്ഞ് ഒരു 11 മണി 11:15 വരെയൊക്കെ ഇരിക്കാന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ. അപ്പോഴേക്കും ഇതൊക്കെ കഴിയായിരിക്കും. അപ്പൊ ഞാൻ പണികളൊക്കെ നോക്കട്ടെ കേട്ടാ.
ഊതട്ടെ, തട്ടട്ടെ. കണ്ണൻ തട്ടാൻ പോയല്ലോ. പിടിച്ചിരുന്നോട്ടെ, അപ്പൊ ഒരു ധൈര്യം കിട്ടും. പിടിച്ചിരുന്നോ, ബലൂൺ പിടിച്ചിരിക്കുമ്പോ ഒരു ധൈര്യം കിട്ടും. എല്ലാവരും പിള്ളേർക്കൊക്കെ അങ്ങനെയാ, ബലൂൺ പിടിച്ചാ പിന്നെ ഒരു എക്സ്ട്രാ ധൈര്യം ഉണ്ട് വരിക. കുഞ്ഞു ബലൂൺ ആയില്ലോ. അപ്പൊ നമ്മളെ ഇന്നലെ നൈറ്റ് ഞാൻ ഒരുപാട് ലൈറ്റ് ആയിട്ടൊക്കെ എടുക്കാനായിട്ട് അങ്ങനെ ഇന്ന് രാവിലത്തെ പണികളൊക്കെ കഴിഞ്ഞ് കണ്ണന് ഉച്ചക്കുള്ള ഫുഡ് കൊടുത്തില്ലേ, ബാക്കിയുള്ളതെല്ലാം കഴിഞ്ഞിപ്പോ ഒരു 12 മണിയൊക്കെ ആവാറായിട്ടുണ്ട്. ആ സമയത്ത് ബാക്കിയുള്ളതും കൂടെ പാക്ക് ചെയ്യാനായിട്ട് ഇരിക്കാനായിട്ട് വന്നേക്കാണ് കേട്ടോ. അപ്പൊ ഞാൻ കുറച്ചേശ്ശെ കൊണ്ടുവന്ന് വെക്കുന്നുള്ളൂ, കാരണം ഈ തുണികളിലത്തെ പൊടി മാത്രം നല്ലതൊന്നും അല്ല. കാരണം കണ്ണനാണെങ്കിൽ അലർജിയുടെ പ്രശ്നമുള്ളത് കൊണ്ടേ കുറച്ചുകൂടി നീക്കി വെക്കട്ടെ കേട്ടോ അമ്മ. അപ്പൊ ഞാൻ കുറച്ചേശ്ശെ കൊണ്ടുവന്നിട്ടാണ് ഇരിക്കുന്നത് പാക്ക് ചെയ്യാനായിട്ട്. അപ്പൊ കണ്ണൻകുട്ടിനെ ഇത്തിരി നീക്കി കിടത്തിയിട്ട് അങ്ങോട്ട് നീക്കിയിട്ട് കുറച്ച് നീക്കിയിട്ട് കിടത്തിയിട്ടാണ് ഇവിടെ പാക്ക് ചെയ്യാനായിട്ട് ഇരിക്കാൻ പോകുന്നത്. അപ്പൊ കണ്ണൻ എന്റെ അടുത്ത് പറഞ്ഞു, അമ്മ അതിങ്ങനെ കവറിലേക്ക് ആക്കി വെച്ചോ, ബാക്കിയുള്ളതൊക്കെ കണ്ണൻ സെറ്റ് ആക്കിക്കോളാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കണ്ണനോട് ഇരുത്താൻ പോവാ, ചമ്രമ്മയുടെ ഇരുത്താൻ പോവാ. അപ്പൊ കണ്ണൻ ബാക്കിയുള്ളതൊക്കെ ചെയ്തോളാം കേട്ടോ. അമ്മ ഇതൊക്കെ ഇങ്ങനെ കവറിലേക്ക് ആക്കി തരാം, പറഞ്ഞു തരാം എങ്ങനെയാന്ന്. ഇതമ്മ കവറിലേക്ക് ആക്കിയിട്ട് വെച്ച് തരും. അപ്പൊ ഈ അഡ്രസ് ഇല്ലേ, ഈ അഡ്രസ്സ് മുകളിൽ ഒട്ടിച്ചിട്ട് പാക്ക് ചെയ്തോളോ. ഇൻസുലേഷൻ ടാപ്പ് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, പാക്ക് ചെയ്തോളോ കേട്ടാ. എന്തായാലും കണ്ണൻ ഇതൊക്കെ ചെയ്തു തരണം സമാധാനം. കണ്ണന് സന്തോഷായിട്ട് അങ്ങനെ പറഞ്ഞപ്പോ ഇവിടെ കണ്ണൻ എന്നെ സഹായിക്കാനൊന്നും വന്നിരിക്കല്ല, അവൻ ബലൂൺ കളിക്കാൻ വന്നിരിക്കുക. എന്നല്ല ഈ ബലൂൺ കളിക്കാതിരിക്ക. ഞാൻ വീഡിയോ എടുക്കാനായിട്ട് വന്നപ്പോഴേക്കും ഭയങ്കര വിഷമായിരുന്നു. അവൻ അവിടെ പാട്ട് കേട്ട് കിടക്കായിരുന്നു. പാട്ട് കേട്ട് കിടക്കുന്നിടത്തു നിന്നാണ് ഞാൻ അവന്റെ അടുത്ത് ഇവിടെ കൊണ്ടുവന്നത്. അപ്പൊ അയ്യോ അമ്മ ഇനി പാട്ട് നിർത്തി വെക്കാവോ, എന്റെ പാട്ട് പറ്റി. ഇല്ല, അത് അവിടെ ഉണ്ട്, പാട്ടൊക്കെ അവിടെ ഉണ്ട്. അതെ, നിങ്ങളുടെ അടുത്തൊന്നും സംസാരിക്കാനൊന്നും ഇരിക്കണില്ലേ. ഞങ്ങള് വേഗം പാട്ട് കേൾക്കാൻ പോവാ. ഇപ്പൊ കുറച്ചു നേരം ബലൂൺ കളിക്കും, ഇങ്ങനെ കുറച്ചു നേരം ബലൂൺ ഇങ്ങനെ തുള്ളി തുള്ളി കളിക്കും. ബലൂൺ കൊണ്ടുവന്നിട്ടാണ് കേട്ടോ ആ ഒരു പാട്ടിന്റെ കാര്യം ഒന്ന് മറക്കാനായിട്ട് ഞാൻ നോക്കിയത്. അല്ലെങ്കിൽ അവൻ മറക്കില്ല. അതിപ്പോ അതുമിങ്ങനെ നോക്കിയിരിക്കാണ് കേട്ടോ പാട്ട് വെച്ചേക്കുന്നത്. അതാരും എടുക്കില്ല. ഇവിടെ കല്യാണി ഉണ്ടോ എടുക്കാൻ? അമ്മയല്ല ഉള്ളത്, അമ്മ വെച്ച് തരൂ. പിന്നെ എന്താ പ്രശ്നം? ക്യാമറ എവിടെയാ? ഞാനാ ക്യാമറ എവിടെയാ? അവരോട് പറയും ബലൂൺ കളിക്കാന്ന് പറയും. ആൾക്ക് ഞാൻ പലപ്പോഴും പറഞ്ഞില്ലേ, നമ്മ എന്തെങ്കിലും ടോയ്സ്, പാട്ട്, TV എന്തെങ്കിലും സാധനം നമ്മള് വെച്ച് കൊടുത്തിട്ട് അല്ലെങ്കിൽ കളിക്കാൻ കൊടുത്തിട്ട് പിന്നീട് അത് മാറ്റാൻ അവൻ സമ്മതിക്കില്ല. ഇപ്പൊ ഈ ബലൂൺ ആണെങ്കിൽ പോലും അവന്റെ കയ്യിൽ ഞാൻ കൊടുത്തു എന്ന് വെക്കാം, ഇത് കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പ കരയും. TV വെച്ചു കൊടുത്തു, പരസ്യം വന്നു കഴിഞ്ഞാൽ അപ്പ കരയും. പുലിമുരുകൻ സിനിമ ഭയങ്കര ഇഷ്ടമാണ്, അത് വെച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ കരച്ചില് ലഹളമായിരിക്കും ഇവിടെ. അതുപോലെ തന്നെ പാട്ട് വെച്ച് കൊടുത്തു കഴിഞ്ഞാലും അതെ, പാട്ട് നിർത്താൻ പാടില്ല. എന്തെങ്കിലും അത് നിന്ന് പോയി കഴിഞ്ഞാൽ അപ്പ കരച്ചില്ലാവും. ഫാൻ നിർത്താൻ പാടില്ല. ഫാൻ നിന്ന് കഴിഞ്ഞാൽ ഞാൻ അടിക്കാനൊക്കെ, നമ്മൾ അടിച്ചു തുടച്ചിടുമ്പോഴൊക്കെ അടിച്ചു വരാനൊക്കെ ഫാൻ ഓഫാക്കി കഴിഞ്ഞാൽ അപ്പ കരയും. ഫാൻ ഓഫ് ആക്കാൻ പാടില്ല. ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ട് അമ്മ ഇവിടെ നോക്കിയേ. അപ്പൊ ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ട്, ആൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴേ അല്ലെങ്കിൽ വോയിസിന്റെ ഒരു ഡിസ്റ്റർബൻസ് വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഫാൻ ഓഫ് ആക്കിയിട്ടുണ്ട്. കാണുന്ന അറിഞ്ഞിട്ടില്ലേ, കാണുന്ന പറ്റിച്ചു. നോക്കിയേ, അതാരാ പണി ചെയ്തേ? കറണ്ട് പോയി തോന്നുന്നുണ്ട്. കണക്ക് മനസ്സിലായിട്ടാ. ഞങ്ങൾ ഇന്ന് കുറെ നേരം ഇവിടെ ബലൂൺ കളിച്ചിരിക്കും. കണ്ണൻ ബലൂൺ തന്നെ പിടിച്ച് പൊക്കിയൊന്ന് അമ്പോ കണ്ട തന്നെയാണ് ബലൂണൊക്കെ കളിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ തന്നെ ബലൂൺ കളിക്കാൻ അറിയോ? നിങ്ങളെല്ലാവരും നിങ്ങളുടെ അമ്മമാരല്ലേ ബലൂൺ തട്ടിത്തരാ നിങ്ങൾക്ക്? കണ്ണൻ കണ്ട തന്നെ കളിക്കുന്നത്. അയ്യോ തന്നെ പോയില്ല ബലൂൺ. അതും ബലൂൺ തന്നെ പോയതാട്ടാ, കണ്ണൻ കളഞ്ഞതൊന്നുമല്ല, ബലൂണിന്റെ കുഴപ്പാ. പഠിക്കരുത്, ബലൂണിന്റെ ദേഷ്യം തീർക്കരുത്. ബലൂൺ പൊട്ടിക്കഴിഞ്ഞാൽ നീ പേടിക്കും. അല്ല നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ അമ്മമാര് വേണ്ടേ ബലൂൺ കളിപ്പിച്ച് തരാൻ? കണ്ണന് കണ്ണന്റെ അമ്മയൊന്നും വേണ്ട ബലൂൺ കളിപ്പിക്കാൻ. ഞങ്ങൾ തന്നെ പിടിച്ച് കളിക്കും, കടിക്കും ഒക്കെ ചെയ്യും. പൊക്കിയടാ, പൊക്കി കാണിച്ചു കൊടുത്തേ കുഞ്ഞോളെ, അമ്മന്റെ കുഞ്ഞോളെ. ബലൂൺ ചപ്പി വെച്ചിട്ടുണ്ട് കേട്ടാ. ഇതന്ന് അമ്പലത്തില് ഉത്സവത്തിന് പോയിന്ന് പറഞ്ഞില്ലേ, വീട്ടമ്പലത്തില് അന്ന് വാങ്ങിയത. പക്ഷെ ഇതിപ്പോ പൊട്ടിയില്ല, പക്ഷെ ചുങ്ങി ഇങ്ങനെയായി. കല്യാണി ഇതിന്റെ മത്തങ്ങ പോലത്തെ സംഭവമൊക്കെ കളഞ്ഞു, അതൊക്കെ ഇങ്ങനെ എടുത്തു. കണ്ണനിപ്പൊ ചെറുതായിട്ട് മൂക്കിന്റെ ഒരു ഇതുണ്ട് കേട്ടോ, വലിക്കുന്ന പോലെ സൗണ്ട്. അതിപ്പോ ഞാൻ ഒരു 3 തവണയോളം ഞാൻ ആവി പിടിപ്പിച്ചു, പിന്നെ സ്പ്രേയും ഡ്രോപ്സും ഒക്കെ ഒഴിച്ചു കൊടുത്തു. അപ്പൊ ഇത്തിരി കുറവ് പോലെ ഉണ്ട്. അപ്പൊ രാവിലെയും
വൈകുന്നേരമാണ്. അപ്പൊ ഇന്ന് വെളുപ്പിനൊക്കെ ഇവിടെയൊക്കെ നല്ല മഞ്ഞായിരുന്നു കേട്ടോ. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം. പക്ഷെ ഫാനും അവൻ കുറയ്ക്കാൻ സമ്മതിക്കില്ല. ഫാനും ഫുള്ളിലൊക്കെ ഇട്ടിട്ടാണ് കിടക്കുന്നത്. ഞാൻ അപ്പൊ നൈറ്റിൽ അവൻ നല്ല ഉറക്കായെന്ന് തോന്നിയപ്പോ ഫാനൊന്ന് കുറച്ച് നോക്കി. പക്ഷെ കള്ളൻ അറിഞ്ഞു വിട്ടത് ചിരിക്കുന്നുണ്ട് അവൻ അറിഞ്ഞു. അവൻ അപ്പോഴേക്കും കണ്ടു തുറന്ന് തന്നെ ഒരു നോട്ടാ, അമ്മ എന്തിനാ ഫാൻ കുറച്ച്. അങ്ങനത്തെ ആൾക്കാരാ. പിന്നെ ഇങ്ങനെ വലിവും അലർജിയൊക്കെ വരാതിരിക്കുക. ഫാനൊക്കെ ഒന്ന് കുറച്ചിട്ട് കിടക്കണ്ടേ? സമ്മതിക്കില്ല. ആ ഫാൻ കാറ്റ് തണവൊക്കെ ഭയങ്കര ഇഷ്ടാ. എന്നിട്ട് വാവ് വരും ചെയ്യും. ഇന്ന് ഭക്ഷണം കഴിക്കാൻ മടിയാട്ടാ. അത് വായു കൊണ്ടാണല്ലോ ശ്വാസം എടുക്കുന്നത്. അപ്പൊ ഇത്തിരി ഭക്ഷണം കഴിക്കാനൊക്കെ മടിയുണ്ട്. കുറച്ച് കഴിയുമ്പോ അമ്മ ഷേക്ക് ഉണ്ടാക്കി തരും. മുട്ട കൂട്ടി ചോറ് തരും. ചോറ് തിന്നാൻ ഇഷ്ടണ്ട? മുട്ട കൂട്ടിട്ട് മുട്ട കൂട്ടിട്ട് ചോറൊന്നും വേണ്ട, നിങ്ങൾക്ക് പാട്ട് കേട്ടാ മതി. എന്നുവെച്ചാ കണ്ണുകുട്ടി അവിടെ കിടന്ന് പാട്ട് കേട്ടോ. അമ്മ ഇതൊക്കെ പാക്ക് ചെയ്യട്ടെ. ഇതൊക്കെ കവറിലേക്ക് ആക്കി വെച്ച് കഴിയുമ്പോ അതൊക്കെ ഒട്ടിച്ചു വെക്കാനോ അഡ്രസ്സൊക്കെ ഒട്ടിച്ചു വെക്കാനോ ഒക്കെ വരണണ്ടാ. തന്നെ ചെയ്യില്ല. ഒരു ബിസിനസ് തുടങ്ങുമ്പോ ആ മുതലാളിയും കൂടെ എന്തെങ്കിലുമൊക്കെ പണിയെടുക്കണം. ഇതൊന്നും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാനൊന്നും എന്നെ കൊണ്ട് പറ്റുന്ന തോന്നുന്നില്ല ഏട്ടാ. ഭയങ്കര ഓവർ സ്ട്രെയിൻ ആണ്. നൈറ്റൊക്കെ ഉറങ്ങുമ്പോ തന്നെ ഒരുപാട് വൈകാണ്. എന്തായാലും നോക്കിയിട്ട് 1-2 പ്രാവശ്യം കൂടി എടുക്കുള്ളൂ. അത് കഴിഞ്ഞ് നിർത്തണം എന്നാണ് വിചാരിക്കുന്നത്. പറ്റുന്നില്ല, ഒറ്റയ്ക്ക് പറ്റുന്നില്ല. ഒരാളും കൂടെ നമ്മളെ ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ഓക്കെ, നടന്നു പോകുന്ന കാര്യം തന്നെയുള്ളൂ. പക്ഷെ ഒറ്റയ്ക്ക് പറ്റുന്നില്ല. അപ്പൊ നോക്കട്ടെ, പറ്റുകയാണെങ്കിൽ 1-2 പ്രാവശ്യം കൂടി എടുക്കണം എന്നൊരു ആഗ്രഹമുണ്ട്. നോക്കിയിട്ട് ചെയ്യുള്ളൂ. കാരണം നമ്മള് കുറെ വർക്ക് ചെയ്ത് ഫുൾ ടൈം വർക്കിംഗ് ആയിട്ട് നമ്മൾക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരാളും ഇല്ല നമ്മളെ നോക്കാനൊക്കെ. എന്റെ കാര്യമല്ല, എനിക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കുക കണ്ണമ്മനെയായിരിക്കും. അപ്പൊ അതൊക്കെ ആലോചിക്കുമ്പോ എനിക്ക് അതും ഒരു നല്ല പേടിയുണ്ട്. അപ്പൊ ഇതിന്റെ കാര്യമൊക്കെ ഇനി ആലോചിച്ചിട്ട് വേണം, നല്ല രീതിയിൽ ആലോചിച്ചിട്ട് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പൊ കണ്ണൻകുട്ടിനെ ഞാൻ അവിടെ എടുത്തിട്ട് ബാക്കിയുള്ള പാക്കിംഗ് ഒക്കെ ചെയ്യട്ടെട്ടാ. അപ്പൊ ഇത്രത്തോളമൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് വെച്ചു. ബാക്കിയുള്ളതൊക്കെ ഇനി കുറച്ചും കൂടി ഉണ്ട് ചെയ്യാനൊക്കെ. അതെന്തായാലും ഞാൻ നൈറ്റിലേക്ക് മാറ്റി വെക്കുകയാണ്. എന്തായാലും നാളെയെങ്കിലും ഇതൊന്ന് അയക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ നൈറ്റിലും കൂടെ ചെയ്ത് അവസാനിപ്പിക്കണം എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മളുടെ ഇന്നത്തെ വീഡിയോ. അപ്പൊ അവസാനിപ്പിക്കാം അല്ലെ? അല്ലെങ്കിൽ വലിയ ലെങ്തായി പോയാലും നിങ്ങൾക്കും ബുദ്ധിമുട്ടാ കാണാനൊക്കെ ആയിട്ട് അല്ലേ അണ്ണ? അവസാനിപ്പിക്കാന്ന് പറഞ്ഞ കണ്ണാൻ നിങ്ങളോട് ഇനി മിണ്ടില്ല. ഞങ്ങൾക്ക് കളിക്കാൻ ബലൂൺ കിട്ടി. ഞങ്ങളോട് മിണ്ടില്ല. അത് പറഞ്ഞപ്പോ ഒരു ചിരി തന്നു വിട്ടാ നിങ്ങൾക്ക് വേണ്ടിട്ട്. ഒരു ചിരി കൊടുത്തോടാ. അവർക്കൊരു ചിരി കൊടുത്തന്നെ മോനെ ഭയങ്കര ഇഷ്ടമാണ് അവർക്കൊക്കെ. നല്ല സുന്ദരി കുട്ടിയല്ലേ? പൊന്നുകുട്ടിയല്ലേ? പൊന്നുകുട്ടിയല്ലേ? ചക്കര കുട്ടിയല്ലേ? അതാണ് അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടം മോനെ. ഞങ്ങളില്ല, നിങ്ങളോട് ഭയ പറയാനൊന്നുമില്ല. ഞങ്ങൾക്ക് ഇവിടെ ബലൂൺ കളിച്ചണം. ബലൂൺ കളിച്ച തന്നെ ഇരുന്ന് കളിക്കാൻ നോക്കാട്ടാ. പിടിച്ചോ, ബലൂൺ പിടിച്ചോ, ബലൂൺ പിടിച്ചോ, ബലൂൺ പിടിച്ചോ. കുട്ടി പിടിച്ചോ. ബലൂൺ എടുക്കാനൊക്കെ നോക്കാം. തുണി മാറ്റി വെച്ചാൽ അവര് കാണുള്ളൂ. തുണി മാറ്റി വെക്കട്ടെ. എടുത്തോ 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 എടുത്തോ. ഈ കൈ ഉണ്ടല്ലോ, ഈ ഇടത്തെ കൈ തീരെ അങ്ങനെ യൂസ് ചെയ്തിരുന്നില്ല കണ്ണൻട്ടോ. വലത്തെ കൈ ഉണ്ട്, ഇത്തിരി അത്യാവശ്യം വണ്ണമൊക്കെ ഉള്ള ഒരു കൈയാ. വലത്തെ കൈയാണ് കണ്ണൻ അധികം യൂസ് ചെയ്തിരുന്നത്. ഇപ്പൊ ഇടത്തെ കൈ കൊണ്ട് ടാറ്റ കൊടുക്കാൻ നോക്കല്, ഇടത്തെ കൈ കൊണ്ട് സാധനങ്ങൾ എടുക്കാൻ നോക്കല്, അങ്ങനെയുള്ള വ്യത്യാസങ്ങളൊക്കെ കണ്ണന് വരുന്നുണ്ട് കേട്ടോ. അതൊക്കെ നമ്മുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള വ്യത്യാസങ്ങളാ. ഞാൻ പിടിച്ചിട്ടൊന്നുമില്ല, ചെറിയൊരു സപ്പോർട്ടുള്ളൂ കേട്ടോ. അവൻ തന്നെ തലയൊക്കെ പിടിച്ചിരിക്കുന്നു. അത് ആൾക്കിപ്പോ ബലൂൺ ഇഷ്ടമാണല്ലോ. അപ്പൊ ആൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുമ്പോ ആള് സ്വയം എല്ലാം അവന്റെ ബോഡി തന്നെ അവന്റേതായ ഒരു കൺട്രോളിൽ കൊണ്ടുവരാനായിട്ട് അവൻ നോക്കുന്നുണ്ട്. അതാണ് കേട്ടോ അങ്ങനെ. ഈ ബലൂൺ ഇഷ്ടമാണ്. ഇപ്പൊ പെട്ടെന്ന് നമ്മ തോളിലിട്ടേക്കാണ് ഒരാളെടുത്തുകൂടെ പോയി നോക്കിയാ അതിന് ഇഷ്ടല്ലേ, തന്നെ തല പൊക്കി പിടിച്ച് ഇങ്ങനെയൊക്കെ കാണിക്കുകയാണ്. അത് കാണാനായിട്ട് രസമാണ് കേട്ടോ. ഞാൻ എന്തെങ്കിലും അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുമ്പോ എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കാട്ടോ. അത് എടുത്തോ എടുത്തോ. ബലൂൺ തന്നെ പോയി കയ്യിന്ന്. അത് എടുക്ക. എടുത്ത് നല്ല കുട്ടിയാണ് കണ്ടാ. ബലൂണൊക്കെ തന്നെ എടുത്തു. പോയെടുത്തോ. എത്തിക്ക് കൈ, എത്തിക്ക്. അങ്ങനെ എത്തിച്ച് പിടിക്ക്. എത്തിച്ച് പിടിച്ചോ.
ഭയങ്കരമായിട്ട് ട്രൈ ചെയ്യട്ടാ. കാരണം എല്ലാ കാര്യം അങ്ങനെ തന്നെ, അവൻ അവൻ്റെതായ രീതിയിൽ നല്ലപോലെ ട്രൈ ചെയ്യും. മറ്റുള്ള കുഞ്ഞുങ്ങളെ പോലെ ഇങ്ങനെ മടി പിടിച്ചിരിക്കുക അങ്ങനെയൊന്നുമില്ല. ആള് നല്ലപോലെ ട്രൈ ചെയ്യും ഓരോ കാര്യങ്ങളും. അതന്നെയല്ല ഏറ്റവും ആവശ്യം. ചില കുട്ടികൾ നമ്മ അങ്ങനെ എന്തെങ്കിലും ചെയ്യാതായി ഇരുന്നിരുന്നിരുന്ന് പിന്നെ അവർക്ക് ആ കാര്യം ചെയ്യുന്നതിനോടൊരു മടി ഉണ്ടാവും. മനസ്സുകൊണ്ട് തന്നെ അവർക്ക് അതല്ലേ കുറച്ചും കൂടെ സുഖം. ഇതിന് കണ്ണന് ഒരു കാര്യം മടിയുണ്ട് കേട്ടോ, ഇരിക്കാന്നുള്ളത്, സ്ട്രോളറിൽ ഇരിക്കാന്നുള്ളത് മടിയുണ്ട്. അത് അമ്മയുടെ മടി തന്നെ ഞങ്ങൾക്ക് സുഖം. ഓ ബലൂൺ ഇങ്ങടെ പോണ് ചുപ്പിട്ട് എവിടെയൊക്കെ വേണ്ടേ. അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് അവസാനിപ്പിക്കാം. കണ്ണൻകുട്ടി ഒരു ടാറ്റയും കൂടെ പറഞ്ഞ ഗംഭീരായി. ടാറ്റയും കൂടെ പറഞ്ഞ ഗംഭീരായി. നമുക്ക് ടാറ്റ തന്നെ, ടാറ്റ പറഞ്ഞ് അങ്ങോട്ട് ക്യാമറയിലേക്ക് നോക്കിയിട്ട്. ബലൂണിനോടല്ല ടാറ്റ. ബലൂൺ എടുക്കാനാണ് ഇൻട്രസ്റ്റ് ആണ്. ബലൂണോടെ വെക്കട്ടെ. ബലൂൺ പിടിച്ചിട്ട് ടാറ്റ പറഞ്ഞേ. ടാറ്റ. ബലൂൺ കടിച്ചു പൊട്ടിക്കാവോ? ബലൂൺ പിടിച്ചു ടാറ്റ ബൈ ബൈ, സി യു.